എല്ലാ മനുഷ്യരുടെ എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ നിലനിൽക്കാനുള്ള അന്തരീക്ഷവും. അതിനാണ് പ്രകൃതി സംരക്ഷണം, അതാണ് എൻവയോൺമെന്റൽ സയൻസ്. പക്ഷേ ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്ന വകുപ്പായിട്ട് എന്തുകൊണ്ടത് മാറി? ഇവിടെ കേട്ടല്ലോ, തുടക്കം തന്നെ കൈക്കൂലിയെ പറ്റില്ല. ആ എഞ്ചിനീയറുടെ പേര് തന്നെ പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്നു. കാരണം ഇപ്പം അത് പറയാൻ ധൈര്യപ്പെടാറില്ല, പേര് പറയാം. എന്തായാലും പറഞ്ഞു, ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നന്നായി കണ്ടാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കേരളത്തിലെ അനുഭവം വെച്ച് ഏറ്റവും കൂടുതൽ അഴിമതിയുള്ള വകുപ്പ് ഏതാ? ഒന്ന് PWD, രണ്ടാമത് റവന്യൂ, എക്സൈസ്, ഈ പറയുന്ന പൊല്യൂഷൻ, പരിസ്ഥിതി സംരക്ഷണം. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന വകുപ്പുകളാണ്. എല്ലാത്തിനും ഉണ്ട് അഴിമതി ഇല്ലാതെ നടത്താമല്ലോ. ഈ വകുപ്പ് ഉണ്ടായപ്പോഴേ അഴിമതിയായിട്ടല്ലല്ലോ വന്നത്, അതിൽ ഭരിച്ചവരെ അത് കൈകാര്യം അഴിമതിയിൽ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഏറ്റവും അഴിമതി നടക്കുന്ന ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ അഴിമതിക്കെതിരെ പോരാടി അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തി എന്നുള്ളതാണ് ബിജുവിൻ്റെ പദ്ധതി. സജീവനെ പറ്റി അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ പോയി പ്രവർത്തിച്ച് ഇവിടെ ഇരിക്കുന്നവരെല്ലാം അഴിമതിക്കെതിരെ പോരാടുന്നവരാണ്. അന്തർദേശീയ തലത്തിൽ തന്നെ മുരളീകുമാർ കൂടി ഈ ആശയങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത്ര ആശയമുള്ളത് കൊണ്ടാണ് ഇതിന് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വരില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ അഴിമതിയുടേതായ ഒരു ഭാഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ താല്പര്യം വരുത്തില്ല. അപ്പം അതില്ലാത്തവരാണ് വന്നിരിക്കുന്നത്. വലിയൊരു മഹത്തായ സദസ്സായില്ല. അപ്പം ആലപ്പുഴ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ പറ്റുമല്ലേ? അതിനാണ് ബാബുവിനെ അഭിനന്ദിക്കേണ്ടത്. ബാബു ഇടയ്ക്കൊരു കാര്യം പറഞ്ഞു ഇദ്ദേഹത്തെ പറ്റി, നമ്മുടെ ബാലകൃഷ്ണനെ പറ്റി, ബിജുവിനെ പറ്റി. എനിക്ക് അദ്ദേഹത്തെ പറഞ്ഞു, പത്രസമ്മേളനത്തിൽ എന്നോട് എഴുന്നേറ്റെന്ന് ചോദ്യം ചോദിക്കുമായിരുന്നു. അലോസര ഒരിക്കൽ ദേഷ്യപ്പെട്ടു. ഇപ്പോഴാണ് ഓർത്തത് ആ കാര്യം. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്ത് എന്നെ തന്നെ വിളിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞതിനോട് സമരസപ്പെടുന്നു ആ നിലപാട്. നമ്മൾ പേഴ്സണലായിട്ട് പറയുന്നതല്ല. അന്നേരം അത് ചോദിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് മാതൃഭൂമിയുടെ തന്നെ ഞാൻ തോന്നുന്നു. എനിക്ക് ദേഷ്യം അത്രയേ ഉള്ളൂ. പണ്ടങ്ങാനാണ്, ഇപ്പോഴൊന്നും അല്ല. ഇപ്പോഴാണ് ഞാൻ ദേഷ്യപ്പെടുന്നില്ല, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെയേറെ സന്തോഷമുണ്ട്. ചുരുങ്ങിയ കാലമേ ജീവിച്ചിരുന്നുള്ളെങ്കിലും നേരത്തെ ഞാൻ കുമാരനാശാന്റെ കവിത പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. നൂറ്റാണ്ടുകളായിട്ട് ശിലയായി കിടന്ന മനുഷ്യൻ ചവിട്ടി 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 അതിന്റെ മേലെ കൂടി പോകുന്നതിനെ, അങ്ങനെ ആ ശില ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മേഘജ്യോതിസിന്റെ കൊള്ളിമീനിന്റെ ക്ഷണികമായ ജീവിതമാണ്. ആശാൻ ആശയഗംഭീർ എന്ന് പേര് കൊടുത്ത വെറുതെ അല്ല. കുമാരനാശാൻ ഇങ്ങനെയുള്ള കവിതകളൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നൂതന ആശയങ്ങൾ അവതരിപ്പിച്ച് അതിനെതിരെ നിന്നവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെയൊക്കെ പരാജയപ്പെടുത്തി മുന്നേറിയ ബിജുവിന്റെ കാഴ്ചപ്പാട് എഞ്ചിനീയർമാർക്ക് മാത്രമല്ല സമൂഹത്തിനാകെ മാതൃകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ കേരളത്തിൽ എഞ്ചിനീയർ ആവണോ ഡോക്ടർ ആവണോ എന്ന് പറയത്തുള്ളൂ. കാരണം കൂടുതൽ കാശ് കിട്ടുന്നവിടെ വേറെ കാര്യമൊന്നുമില്ല. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ പലരും ഇങ്ങനെ ഡോക്ടർ ആയിക്കൊണ്ടിരിക്കുന്നത്. സേവിച്ചവരെത്രയും ഡോക്ടർ PK വാര്യരെ പോലെയുള്ള വലിയ വലിയ ഡോക്ടർമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ വെച്ച ഒരാളെ പോലും നോക്കത്തില്ല. അദ്ദേഹം CPM മെമ്പറായിരുന്നു. PK വാര്യർ സാർ, ഡോക്ടർ PK വാര്യർ തൊറാസ് സെൻട്രൽ സർജനായിരുന്നു. അപ്പോൾ ഞാൻ SFയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, എനിക്കൊരു അസുഖം വന്നു, അദ്ദേഹത്തെ കാണാൻ വീട്ടിൽ കാണത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് എൻ്റെ കൂടെ കയറി അദ്ദേഹത്തിൻ്റെ ആശുപത്രി കൊണ്ടുവന്നു. എന്നെ നോക്കി ചികിത്സിച്ചു. ഒന്നും കുഴപ്പമൊന്നുമില്ല, ബ്രോങ്കൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അതാണ് ഡോക്ടർ പി. അത് ഒരുപാട് ഡോക്ടർമാരുണ്ടായിരുന്നു, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പോൾ ഡോക്ടറാവണം. ഡോക്ടറാവുമ്പോൾ നല്ല കാര്യമാണ്. കാരണം രോഗമുണ്ടെങ്കിലേ ഡോക്ടറുടെ ആവശ്യമുള്ളൂ എന്ന് ഓർത്തോണം. അത് ഡോക്ടറുടെ ആവശ്യമില്ല. രോഗമില്ലാതെ സമൂഹം വന്നാൽ ഡോക്ടർക്ക് ജോലി എടുത്തില്ല, ജോലിയില്ല. മെഡിക്കൽ കോളേജ് ഇത്രയൊന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ കോളേജ് കൂടുതൽ വേണം. എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അതല്ല, നിർമ്മിക്കുക എന്നുള്ളതാണ്. എഞ്ചിനീയർ നിർമ്മിക്കുന്ന ആളുടെ പേരാണ് എഞ്ചിനീയർ, നശിപ്പിക്കുന്ന ആളല്ല. ടു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ്. യെസ്, എഞ്ചിനീയറുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്റ്റിനെ നയിച്ചു, ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെന്നാണ്. അപ്പൊ എഞ്ചിനീയർ നിർമ്മാതാവാണ്. വിശ്വകർമാവ് കഴിഞ്ഞാൽ ആ വർഗത്തിലെ ഏറ്റവും വലിയ ആളാണ് എഞ്ചിനീയർ. അപ്പൊ എഞ്ചിനീയറെ ഡോക്ടറേക്കാൾ വലുതോ ചെറുതോ എന്നുള്ള തർക്കം വേണ്ട. അത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതാണ്. അസുഖമില്ലെങ്കിൽ ഡോക്ടർക്ക് ജോലിയില്ല. പക്ഷെ അസുഖം ഉണ്ടല്ലോ, അപ്പൊ ഡോക്ടർ വേണം. പക്ഷെ എഞ്ചിനീയർ അതിലും വലുതാണ്. ഇതെല്ലാം നിർമ്മിച്ച എഞ്ചിനീയർമാരാണ്. എല്ലാം മുങ്ങിക്കപ്പലായാലും വിമാനമായാലും എല്ലാവരും ഈ മൈക്ക് പോലെ എഞ്ചിനീയർ നിർമ്മിച്ചാണ്.
അത്ര മഹത്തായ ഒരു ജോലിയാണ് എഞ്ചിനീയറിംഗ്. അതിൽ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യപൂർണമായ അവസ്ഥയെ മാറ്റിമറിച്ച് പ്രപഞ്ചത്തെ മനുഷ്യനെ ദ്രോഹം ചെയ്യുന്ന ഒന്നാക്കി മാറ്റുന്ന, ഈ ഭൂമിയെ നശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നവർക്ക് വെല്ലുവിളിയായ ഒരു ശാസ്ത്രമാണ് പരിസ്ഥിതി ശാസ്ത്രം. ആ ശാസ്ത്രത്തെയും ശരിക്കും അഴിമതിയുടെ കേദാരമാക്കി മാറ്റിയിരിക്കുന്നു.